ഇത് ഇൻസ്റ്റൻറ്റിൻ്റെ കാലഘട്ടമാണ്. എല്ലാം ഒരു ഇൻസ്റ്റൻ്റായിട്ട് ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്കറിയാം, ഒരു മെഷീനകത്ത് ഒരു സ്വിച്ച് ഇട്ടാൽ കോഫി വരുന്ന, ഒരു മെഷീനകത്ത് സ്വിച്ച് ഇട്ടാൽ ചായ വരുന്ന അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ നിൽക്കുകയാണ്. ദൈവമക്കളാകുന്ന നമ്മളും പലപ്പോഴും ഇൻസ്റ്റൻ്റ് മറുപടികൾക്ക് വേണ്ടി, ഇൻസ്റ്റൻ്റായിട്ടുള്ള ഒരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി നമ്മളിങ്ങനെ കാത്തിരിക്കുന്നവരാണ്. നമ്മളെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യരെല്ലാം ആ ഒരു ചിന്താഗതിയിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ തന്നെ മറുപടി വേണമെന്നും, നമ്മുടെ ജീവിതത്തിൽ ഉടനെ തന്നെ ദൈവത്തിൻ്റെ പ്രവൃത്തി വേണമെന്നും, നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മുടെ ജീവിതം മുന്നോട്ട് പോകണമെന്നും വളരെ ചിന്തയോടെ അല്ലെങ്കിൽ വളരെ താല്പര്യത്തോടെയാണ് നമ്മളായിരിക്കുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ എല്ലാം ഒരുമിച്ച് വരുന്ന കാലഘട്ടങ്ങളുമുണ്ട്, അല്ലെങ്കിൽ സാഹചര്യങ്ങളുമുണ്ട്. അപ്പോൾ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടും പീസ് ബൈ പീസായിട്ടും നമ്മുടെ ജീവിതത്തിൽ വിടുതലുകളും ദൈവപ്രവൃത്തിയും ദൈവം അയക്കുന്ന ദൈവമാണ്. എസെക്കിയേൽ 37 അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ പ്രശസ്തമായ അല്ലെങ്കിൽ പ്രസക്തമായ ഒരു ഭാഗമുണ്ട്. എസെക്കിയേൽ പ്രവാചകനെ അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിലേക്ക് ദൈവം കൊണ്ടു എന്നിട്ട് എസെക്കിയേലിനോട് ദൈവം ചോദിക്കുക, മനുഷ്യപുത്ര, ഈ അസ്ഥികൾ ജീവിക്കുമോ? നമ്മൾ അവിടെ വായിക്കുന്നത് ആ അസ്ഥികൾ ഏറ്റവും ഉണങ്ങിയതായിരുന്നു. അസ്ഥികൾ ഏറെയുള്ള ശവപ്പറമ്പ് പോലെയുള്ള ഒരു താഴ്വരയിൽ ചെന്നിട്ട് അല്ലെങ്കിൽ കൊണ്ടുചെന്നാക്കിയിട്ട് എസെക്കിയേൽ പ്രവാചകനോട് ദൈവം ചോദിക്കുക, നീ കണ്ണുകൊണ്ട് നോക്കുക, ഒരുപാട് അസ്ഥികൾ, ഒരുപാട് നിർജീവ അവസ്ഥകൾ ഇവിടെ കാണുന്നുണ്ട്, ഇത് ജീവിക്കുമോ? എസെക്കിയേൽ ഒരു നിമിഷം ഒന്ന് ആശ്ചര്യപ്പെട്ടിട്ട് അവൻ പറഞ്ഞു, കർത്താവേ, അങ്ങ് അറിയുന്നു. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ നമ്മൾ വായിക്കുന്നത്, അവൻ നോക്കി നിൽക്കുമ്പോൾ തന്നെ ആ അസ്ഥികൾക്ക് മാംസം വന്നു, ആ അസ്ഥികൾക്ക് ഞരമ്പ് വന്നു, അസ്ഥികൾക്ക് ജീവനിലേക്കുള്ള എല്ലാ ധാതുക്കളും അടുത്തു വന്നു. അതുവരെ ഉണങ്ങിയിരുന്ന അസ്ഥികൾക്ക് മാംസം വന്നു, ഞരമ്പ് വന്നു. പക്ഷെ നമ്മൾ വായിക്കുമ്പോൾ ജീവനുള്ളതായ അല്ലെങ്കിൽ ജീവനുള്ള ശരീരമാകാനുള്ളതായ എല്ലാ കാര്യങ്ങളും വന്നിട്ടും അതിന് ജീവൻ മാത്രം വന്നില്ല. നമ്മൾ താഴോട്ട് വായിക്കുമ്പോൾ അതിൽ ശ്വാസം ഉണ്ടായിരുന്നില്ല. കാറ്റിനോട് പ്രാർത്ഥിച്ചു, കാറ്റടിച്ചു, അതിലേക്ക് ശ്വാസം വന്നു. നമ്മൾ വായിക്കുന്നത് അല്ലെങ്കിൽ ഇന്നത്തെ ചിന്ത എല്ലാം കൂടി ഒരുമിച്ച് ആ അസ്ഥികളിലേക്ക് വന്നില്ല. ആരംഭഘട്ടത്തിൽ അതിലേക്ക് മാംസം വന്നു, ത്വക്ക് വന്നു. രണ്ടാമത്തെ ഘട്ടത്തിൽ ഞരമ്പ് വന്നു. ഏറ്റവും അവസാനമായി ശ്വാസം അതിലേക്ക് അടിച്ചു. അത് ജീവനുള്ള ഒരു സൈന്യമായിട്ട് മാറിയെന്ന് വചനം വായിക്കുന്നു. ഇന്നത്തെ എൻ്റെ ചിന്ത എന്താണ് എന്ന് ചോദിച്ചാൽ, ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, നമ്മുടെ ജീവിതത്തിൽ ഘട്ടം ഘട്ടമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. നമ്മൾ വായിക്കുന്നത് പീസ് ബൈ പീസ് ആൻഡ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്. ഇന്ന് ഏതെങ്കിലും ഒരു വിഷയത്തിൽ മറുപടിയില്ല, പ്രാർത്ഥനയ്ക്ക് വിടുതലില്ല, ദൈവമേ ദൈവപ്രവൃത്തി കാണുന്നില്ല എന്ന് ഭാരപ്പെടുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, പ്രിയ സഹോദര, നമ്മുടെ ജീവിതത്തിൽ ദൈവം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി, പീസ് ബൈ പീസ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണ്. ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ ചില ഉണങ്ങിയ അസ്ഥികളെ, ചില നിർജീവമായതിനെ, ചില ചലനമറ്റതിനെ ചലനം ഉണ്ടാക്കുന്ന, ശ്വാസം ഉണ്ടാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിച്ച് അതിനെ ചലനമുണ്ടാക്കി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ ജീവിതം, നമ്മുടെ ദൈവം. ഒരുപക്ഷെ നിർജീവമായ ചില അസ്ഥികൾ നമ്മുടെ മുമ്പിൽ കൊണ്ടുവന്നിട്ടിട്ട് ഈ അസ്ഥികൾ ജീവിക്കുമോ എന്നുള്ളൊരു ചോദ്യത്തിന് മുമ്പിൽ പകച്ചു നിൽക്കുന്ന ആരെങ്കിലും ഇന്ന് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ഇന്ന് പകൽ എസെക്കിയേലിനോട് ദൈവം പറഞ്ഞ ഒരു ആത്മദൂത് ഞാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. ചില അസ്ഥികൾ ജീവനുള്ളതാക്കി മാറ്റുവാൻ, ചില മറുപടിയില്ലാത്ത, ചില എഴുതപ്പെട്ട തള്ളിക്കളഞ്ഞതായ, ഉപേക്ഷിക്കപ്പെട്ടതായ ചില വിഷയത്തിന്റെ മേൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വീശി ആഞ്ഞടിക്കുമ്പോൾ അത് ചലനമുള്ളതാക്കി മാറ്റി ദൈവം നമുക്ക് പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവർത്തിക്കുന്ന ഒരു ദൈവമാണെന്ന് അറിഞ്ഞ് ആ ദൈവത്തിനെ സമർപ്പിക്കാൻ തയ്യാറായാൽ ചില നിർജീവങ്ങളെ ജീവിപ്പിക്കാൻ ഇന്നും ദൈവം കരുത്തുള്ള ദൈവമാണ്. ഗോഡ് ബ്ലെസ് യു.